നമസ്കാരം. കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്തൊരു മോഷണം. പാമ്പാടി ഐവർമഠം പൊതുശ്മശാനത്തിൽ നിന്ന് സ്വർണ്ണത്തരി വേർതിരിച്ചെടുക്കാൻ ചിതാഭസ്മം മോഷ്ടിക്കുന്നു. ചിതയൊരുക്കിയ സ്ഥലങ്ങളിൽ തുടർച്ചയായി കുഴി രൂപപ്പെട്ടതോടെ അന്വേഷണം ചെന്നെത്തിയത് തമിഴ്നാട് സ്വദേശികളായ അമ്മയിലേക്കും മകനിലേക്കും. സംസ്കാര സമയത്ത് മൃതദേഹത്തിനൊപ്പം വയ്ക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു മോഷ്ടാക്കളുടെ നീക്കം. മൃതദേഹങ്ങളെപ്പോലും വെറുതെ വിടാതെയുള്ള മോഷണത്തിന്റെ നടുക്കത്തിലാണ് നാട്. ഈ വിഷയം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളായിരിക്കും ഇനിയുള്ള അരമണിക്കൂറിൽ നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവല്ലോമല പാമ്പാടി ഐവർമഠം പൊതുശ്മശാനത്തിലെ ചിതാഭസ്മ മോഷണ കേസിന്റെ അന്വേഷണം, അതുമായി ബന്ധപ്പെട്ടുള്ള നടുക്കം അത് നാടിന് വിട്ടുമാറിയിട്ടില്ല. അന്വേഷണം ശ്മശാന ജീവനക്കാരിലേക്ക് ചെന്നെത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതികൾക്ക് പ്രാദേശികമായ സഹായം ലഭിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. പിടിയിലായ തമിഴ്നാട് സ്വദേശികൾ ഇപ്പോൾ റിമാൻഡിലാണ്. ചിതാഭസ്മത്തിൽ നിന്ന് സ്വർണ്ണത്തരി വേർതിരിച്ചെടുക്കാനാണ് മോഷണം നടത്തിയത് എന്നാണ് പ്രതികളുടെ മൊഴി. ആദ്യമൊരു റിപ്പോർട്ട് കാണാം. ഹിന്ദുമത വിശ്വാസപ്രകാരം ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യ മരിച്ചാൽ സംസ്കരിക്കുമ്പോൾ താലി മാറ്റാറില്ല. പല കുടുംബാംഗങ്ങളും മൂക്കുത്തിയും കമ്മലും വളയും വരെ മൃതദേഹത്തോടൊപ്പം ചിതയിൽ വയ്ക്കും. ഇത്തരം മൃതദേഹങ്ങളുടെ ചിതാഭസ്മം കണ്ടെത്തിയായിരുന്നു സംഘത്തിന്റെ മോഷണം. ഇത് പുഴയിലെത്തിച്ച് അരിച്ചെടുക്കുകയായിരുന്നു രീതി. ചിതയൊരുക്കിയ സ്ഥലങ്ങളിൽ തുടർച്ചയായി കുഴി രൂപപ്പെട്ടതാണ് സംശയത്തിനിടയാക്കിയത്. ദിവസങ്ങളായി നമ്മുടെ ഈ സംസ്കരിച്ച സ്ഥലത്ത് ഞങ്ങൾ പിറ്റേ ദിവസം സഞ്ചയനകർമ്മത്തിന് വരുന്ന സമയത്ത് ഈ സംസ്കരിച്ച സ്ഥലത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരുപാട് കുഴിയാക്കി ശാരങ്ങൾ എടുത്തിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. നാട്ടുകാർ തന്നെയാണ് മോഷ്ടാക്കളെ കണ്ടെത്താൻ രംഗത്തിറങ്ങിയത്. പല ദിവസങ്ങളിലും ഉറക്കം വിളച്ച് കാവതിരുന്നെങ്കിലും മോഷ്ടാക്കളെ പിടികൂടാൻ കഴിഞ്ഞില്ല. എന്നാൽ നാട്ടുകാർ പിൻവാങ്ങിയില്ല. നിരീക്ഷണം തുടർന്നു. 3 അംഗ സംഘത്തെ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശികളായ മല്ലിക, മകൻ രേണുഗോപാൽ എന്നിവരെ പിടികൂടി. മൂന്നാമൻ പുഴയിൽ ചാടി നീന്തി രക്ഷപ്പെട്ടു. കാട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു. അങ്ങനെ വന്ന് ഞങ്ങൾ കയറി വന്ന് 2 ഗേറ്റ് കൂടിയും വന്നപ്പോൾ ഞങ്ങളെ കണ്ട വഴിക്ക് അവരിവിടെ ചാക്കിട്ടിട്ട് ഓടി പിന്നാലെ ഓടി. അതിലത്തെ ഒരാളെ പിടുത്തം കിട്ടി. അവരെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. അപ്പോൾ അയാൾ ഉറക്കെ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ആ ആളുടെ അമ്മ ഇവിടുന്ന് വന്നു. അവരുടെ കൂടെ ഒരു 5ഓളം ആൾക്കാരുണ്ട്. പ്രതികൾക്ക് പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ശ്മശാനത്തിലെ ജീവനക്കാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. ശ്മശാന നടത്തിപ്പുകാരന്റെ പരാതിയിൽ കേസെടുത്ത പഴയന്നൂർ പോലീസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 തൃശൂർ. ഇപ്പോൾ രാഹുൽ ഈശ്വർ തത്സമയം നമ്മളോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, സാധാരണ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള മൃതദേഹങ്ങളെപ്പോലും വെറുതെ വിടാത്ത തരത്തിലുള്ള നാടിന് നടുക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മോഷണം, അതിൽ വലിയൊരു ക്രൈം നടന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ മൃതദേഹം സംസ്കരിക്കുന്ന സമയത്ത് സ്വർണവും അതിൽ വയ്ക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുമായി ബന്ധപ്പെട്ട് താങ്കളൊന്ന് വിശദീകരിക്കാമോ ആദ്യം, ശ്രീ രാഹുൽ ഈശ്വർ? രാഹുൽ ഈശ്വറിലേക്ക് അല്പസമയത്തിനകം തന്നെ നമുക്ക് എത്താം. തിരുവല്ലോമല പാമ്പാടി ഐവർമഠം പൊതുശ്മശാനത്തിലെ ചിതാഭസ്മ മോഷണ കേസിൽ അതിൻ്റെ അന്വേഷണം ശ്മശാന ജീവനക്കാരിലേക്ക് കൂടി എത്തി നിൽക്കുകയാണ്. അതിൻ്റെ അന്വേഷണ പുരോഗതി ഇപ്പോഴെങ്ങനെയാണ് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. സൂരജ് സജി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഈ നാട്ടുകാർക്ക് തോന്നിയ സംശയം, ശ്മശാന അധികൃതർക്ക് തോന്നിയ സംശയം, അത് പിന്നീട് തമിഴ്നാട് സ്വദേശികളായ 2 പേരിലേക്ക് അതിൻ്റെ അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നു. ഈ ശ്മശാന ജീവനക്കാരുടെ പങ്കടക്കം ഉള്ള കാര്യങ്ങളിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എത്തി നിൽക്കുന്ന നിഗമനങ്ങൾ എങ്ങനെയാണ്, സൂരജ്? അതായത് ഈ പ്രതികൾക്ക് കൃത്യമായ ഒരു പ്രാദേശിക സഹായം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ പോലീസ് സംശയിക്കുന്നത്. അതിൽ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ഈ ശ്മശാനത്തിലെ ജീവനക്കാരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ, അവരുടെ സഹായം ലഭിച്ചു എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ ഈ പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഈ സ്വർണം ഉപയോഗിച്ച് ശവസംസ്കാരം നടത്തിയവരുടെ മാത്രം ചിതാഭസ്മങ്ങൾ മാത്രം തെരഞ്ഞുപിടിച്ച് എടുത്തുകൊണ്ട് പോയതിന് പിന്നിൽ അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ അത്തരത്തിൽ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറും. അതുപോലെ തന്നെ ഈ പരാതിക്കാരും, അതായത് ഇതിന്റെ നടത്തിപ്പുകാരാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുള്ളത്. അവരും ചൂണ്ടിക്കാണിക്കുന്ന ഇത്തരത്തിൽ തന്നെയാണ്. ജീവനക്കാരുടെ ഭാഗത്ത് ഒരു ആളുകൾ ഇതിനുവേണ്ടി സഹായം ചെയ്തു എന്നുള്ളതാണ് അവരും കരുതുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാരിലേക്ക് അന്വേഷണം കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ടി കെ സൂരജ്, നാട്ടുകാർക്കൊരു സംശയം രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള ഈ ശ്മശാനത്തിലുള്ള ചില ജീവനക്കാർക്കൊരു സംശയം രൂപപ്പെടുന്നതൊക്കെ എങ്ങനെയാണ്?
പിന്നീട് നാട്ടുകാരാണ് ദിവസങ്ങളോളം അവരിതിൻ്റെ ഭാഗമായുള്ള അന്വേഷണം നടത്തുന്നു. കാത്തിരുന്ന് ആരെങ്കിലും ഇങ്ങനെ ഇത് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചുരുളഴിയുന്നത് സൂരജ്? അതായത് ഇവർക്കൊരു സംശയം തോന്നുകയാണ്. അതായത് തുടർച്ചയായി ഇത്തരത്തിൽ ഈ ശവസംസ്കാരം നടന്ന ചിതയിൽ, അതായത് ഈ ചിതയുടെ ഭാഗത്ത് ഈ ചെറിയ കുഴി രൂപപ്പെട്ടതുപോലെ ഒരു സംശയം അത് ജീവനക്കാർക്ക് തോന്നുകയാണ്. ആ സംശയത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക്, അതായത് ഇങ്ങനെ ആരെങ്കിലും ഈ ചിതാഭസ്മം കൊണ്ടുപോകുന്നുണ്ടോ എന്നൊരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പരിശോധനയിലേക്ക് ഈ ജീവനക്കാർ തന്നെ കടക്കുന്നത്. അങ്ങനെയാണ് ഇവർ നടത്തിയ പരിശോധനയിൽ ഇങ്ങനെ നിരന്തരം ഇവിടെ നിന്ന് ചിതാഭസ്മം പോകുന്നു എന്നൊരു വിവരം ഇവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ജീവനക്കാർ തന്നെ രാത്രികാലങ്ങളിലെല്ലാം തന്നെ ഇരുന്ന് പരിശോധന നടത്തുകയായിരുന്നു. അവർ ഈ പരിശോധന നടത്തുകയും പിന്നീട് ഈ മോഷ്ടാക്കളെ പിടികൂടാനുള്ള ഒരു ശ്രമം എല്ലാം നടത്തി. പക്ഷേ അത് പലപ്പോഴും ഈ പരാജയപ്പെടുകയാണ്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഈ മോഷ്ടാക്കളെ പിടികൂടിയ ജീവനക്കാർ കൂടി ചേരുകയാണ്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോയത്? നമ്മളെന്താ വെച്ചാൽ ഇവിടെ ഈ സംസ്കാര ചടങ്ങ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇത് ചെയ്ത് 3-ാം ദിവസം ഇവിടെ വന്ന് സഞ്ചയനകർമ്മത്തിന് വരും. കർമ്മത്തിന് വരുന്ന സമയത്ത് ഈ ദഹിപ്പിച്ച സ്ഥലത്ത് മണ്ണുകൾ കംപ്ലീറ്റ് എടുത്തിട്ട് പോയിണ്ടാവും. ചിതാഭസ്മത്തിൻ്റെ കുറേ ഭാഗങ്ങൾ എടുത്തിട്ട് പോയിണ്ടാവും. ഇതെടുത്തിട്ട് പോകുമ്പോൾ ആരാണെങ്കിലും സ്വാഭാവികമായിട്ട് എൻ്റെ അച്ഛനെ കൊണ്ടുവന്ന് സംസ്കരിച്ച് കഴിഞ്ഞാൽ ഞാനൊരു കർമ്മത്തിന് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ഇത് കുറേ ആൾക്കാർ പറഞ്ഞ് നമുക്കത് കുറേ വിഷമം തോന്നി തുടങ്ങി. അങ്ങനെ കുറേ കാലം ഞങ്ങളത് കാവലിരുന്നു നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാർ കൂടി ഇരിക്കുന്ന സമയത്ത് 4 പുറം ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉദ്ദേശിച്ച ആൾക്കാരെ കിട്ടുന്നില്ല, വരുന്ന ആൾക്കാരെ കിട്ടുന്നില്ല. അങ്ങനെ ഇത് ആരും അറിയാതെ ഞങ്ങൾ 2-3 ആൾക്കാർ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അപ്പുറത്ത് ഒരുപാട് ദൂരത്ത് വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ പുഴയിൽ കൂടെയാണ് നടന്നു വന്ന സമയത്ത് ഒരാൾ ഈ ഇവിടെ അങ്ങനെ ഇതിൻ്റെ ബാക്കിലുള്ള കാട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നായിരുന്നു. അയാളാണ് വിവരം പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ അവിടെ താഴത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ഇതാ അവിടെ ചാക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. ആ ചാക്ക് നിറച്ച് വെച്ചോർത്ത് ഒരാളിരുന്ന് നിറയ്ക്കുന്നുണ്ട്. ഒരാളിതാ ആ കുഴിയൊന്നും ഇപ്പോഴും ഇതാക്കിയിട്ടില്ല, അവിടെയും നിറയ്ക്കുന്നുണ്ട്. ഒരാൾ ഇത് കൂടിയും കയറി, ഒരാൾ അത് കൂടിയും കയറി. ഞങ്ങളെ കണ്ട വഴിക്ക് ഭഗവതരെ അവിടെ ഇങ്ങനെ ഏറ്റിക്കൊണ്ട് നടന്ന ഒരാൾ ചാക്ക് അവിടെ ഇട്ടിട്ട് അവർ ഓടി. പിന്നാലെ ഓടി ഞങ്ങളെ കവുങ്ങുന്തോട്ടത്തേക്ക് അയാൾ ചാടി, അയാളുടെ പിന്നാലെ ഞങ്ങളും ചാടിപ്പോയി. അങ്ങനെ അവിടുന്ന് പിടികൂടുകയും ചെയ്ത ഒരാളെ. അവർ 5 ആളോളം ഇവിടെ ഉണ്ടായിരുന്നു. ഇവർ അതായത് ഇത് കൊണ്ടുപോകുന്ന ചിതാഭസ്മം കൊണ്ടുപോകുന്നത് ഈ സ്വർണം വേർതിരിച്ചെടുക്കാനാണ്. ഇവരെ കൊണ്ടുപോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം സ്വർണം എടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം തന്നെയാണ്. കാരണം ഇത് കൊണ്ടുപോയിട്ട് ഇവർ പുഴയുടെ പല ഭാഗത്തും കൊണ്ടുപോയിട്ട് ഈ സാധനം ചാരം അരിച്ചെടുത്ത് ബാക്കി വരുന്ന സാധനങ്ങൾ മൊത്തം ഇവരൊന്ന് കൊണ്ടുപോയിട്ട് അത് ഡൈല്യൂട്ട് ചെയ്യണം, വേറെ എന്താ ചെയ്യുന്നത് നമുക്കറിയുന്നില്ല. അങ്ങനെ ഇവർ കൊണ്ടുപോയിട്ട് ഇതൊന്ന് എടുത്ത് നല്ലപോലെ ലാഭം കണ്ടിട്ടുണ്ട്. നല്ലപോലെ ഇതിൽ നിന്നും പണം സമ്പാദിച്ചതിൻ്റെ പേരിലാണ് ഇവർ നിരന്തരമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണം എങ്ങനെ മൃതദേഹത്തിൽ വരുന്നു? ഇത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ ഭർത്താവ് മരണപ്പെട്ട ഭാര്യയുടെ താലി ചിലവർ വായിലിടും. പിന്നെ ഈ ചില ഭാഗങ്ങളിൽ ഇപ്പം മെയിനായിട്ട് തൃശ്ശൂർ ഏരിയകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ചില ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മരണപ്പെട്ട് കഴിഞ്ഞാൽ നല്ല സ്വർണ്ണനീര് കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ ഇവർ കുറച്ച് സ്വർണം നീര് കൊടുക്കുന്നതോടൊപ്പം വായിൽ വയ്ക്കും. പിന്നെ ചിലവർ മൂക്കുത്തി, കമ്മൽ അങ്ങനെ ചിലത് അഴിക്കാൻ പറ്റാത്തതോ ചിലവർ മാനസികമായ വിഷമം കൊണ്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു വിടുന്ന സംഭവങ്ങളുണ്ട്. അപ്പം ഇത് മാത്രം എങ്ങനെ ഇവർ ഈ ചിതാഭസ്മം മാത്രം തെരഞ്ഞുപിടിക്കുന്നത്? അത് അവിടെയാണ് നമുക്കൊരു സംശയമുള്ളത് അല്ലേ? ഈ ചിതാഭസ്മം തെരഞ്ഞുപിടിക്കുക പറഞ്ഞാൽ ഇതിൻ്റെ ഈ മെയിനായിട്ട് വരുന്നത് ഇവർ ഏറ്റവും കൂടുതൽ വരുന്നത് വായിലിടുന്ന ഭാഗം. അതാണ് ആ ഭാഗങ്ങളിൽ നിന്നുള്ള ചാരങ്ങളാണ് ഏറ്റവും കൂടുതൽ കോരിക്കൊണ്ടുപോകുന്നത്. ഇത് കോരിക്കൊണ്ടുപോയി അരിച്ച് എടുക്കുകയാണ് അവരുടെ ഉദ്ദേശം. ജീവനക്കാരിലെ ഒരു വിഭാഗത്തിന്റെ സഹായം ഇവർക്ക് കിട്ടുന്നുണ്ട്. ജീവനക്കാരിൽ നിന്ന് ആരും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലെങ്കിലും പുറമേന്ന് ഈ പരിസരത്ത് ഇതിനു മുമ്പ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ട് പിടിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഞങ്ങൾ ഇരുന്ന ദിവസങ്ങളെ പരമാവധി പറഞ്ഞ് ഞങ്ങൾ പിടിക്കാൻ വേണ്ടി കാത്തിരുന്ന ദിവസങ്ങളൊന്നും പിടിക്കപ്പെട്ടിട്ടില്ല. അത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. കാരണം ഈ പരിസരത്ത് ആരെങ്കിലും ഈ ഒരു മോറൽ സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരിക്കാം. കാരണം ഇതൊരു സംസാര വിഷയമാകുമ്പോൾ അവർ അന്നത്തെ ദിവസം വരില്ല, ഞങ്ങൾ ഇരിക്കുന്ന ദിവസം വന്നില്ല. പക്ഷേ ഞങ്ങളിത് ആരെയും അറിയിക്കാതെ ഒരു 2-3 ആൾ മാത്രം ഇരുന്നതിൻ്റെ പേരിൽ ഒരു ദിവസം മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങൾക്ക് പിടിക്കപ്പെടാൻ പറ്റി. ഈ ചിതാഭസ്മം വാങ്ങാൻ വരുന്നവരൊക്കെ വലിയ സങ്കടത്തോടു കൂടി പറയാറുണ്ടോ ഈ സംഭവം? ഈ സംഭവം ഐവർമഠത്തിൽ ഈ നടന്ന സംഭവം വളരെ ആസൂത്രിതമാണ്. കാരണം നമ്മൾ കേരളത്തിൽ ഇപ്പോൾ പല ഭാഗത്തും കിടന്ന ക്രൈമുകളെക്കുറിച്ച് നമ്മൾക്കറിയാം. ചിതാഭസ്മം വാരി സ്വർണം കൊണ്ടുപോയി അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്ന ഒരവസ്ഥ, അത് നാളെ കിട്ടാതെ വന്നാൽ പരിസരവാസികളെ ആളുകളുടെ വീടുകളിലേക്ക് ഇത് വ്യാപിക്കുന്നതിൽ സംശയം വേണ്ട. കഴിഞ്ഞ 20 വർഷത്തോളം ഞങ്ങൾ ഈ ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വളരെ ആസൂത്രിതമാണത്. സുരേഷ് സജി ഐവർമഠം പൊതുശ്മശാനത്തിൽ നിന്നുള്ള വിവരങ്ങൾ, അതിൻ്റെ അവിടെ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു. രാഹുൽ ഈശ്വർ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്.
ശ്രീ രാഹുൽ ഈശ്വർ, വലിയൊരു നടക്കുന്ന സംഭവമാണ്, വലിയൊരു ക്രൈം ഇതിന് പിന്നിൽ ആസൂത്രിതമായി തന്നെ നടന്നിട്ടുണ്ട്. എന്തായാലും ആ 3 പേരും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഈ മൃതദേഹം ദഹിപ്പിക്കുന്ന സമയത്ത് അതിൽ സ്വർണവും വയ്ക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ല. അത് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊന്ന് താങ്കൾ ആദ്യം വിശദീകരിക്കാമോ ശ്രീ രാഹുൽ ഈശ്വർ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആദ്യം ഇതിന് നേതൃത്വം കൊടുത്ത് മുൻകൈ എടുത്ത ജീവനക്കാരെ, ഇവരെ പിടിക്കാൻ മുൻകൈ എടുത്ത ജീവനക്കാരെ അഭിനന്ദിക്കുന്നു. ഇത് വലിയ രീതിയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിയാണ്. ഇത് ഈ രീതിയിൽ വാർത്താ പ്രാധാന്യത്തോടെ കവർ ചെയ്ത് നിങ്ങളുടെ ചാനലിനെ അഭിനന്ദിക്കുന്നു. കാര്യം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനുഷ്യ മനസ്സ് എത്ര മോശമാകാം, എത്ര മലീവസമാകാം, എത്ര അത്യാർത്തി പൂണ്ടാം എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണ്. നമ്മുടെ സമൂഹത്തിൽ പലതരം അവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അത്യാർത്തിയും ഒക്കെ നിലനിൽക്കുന്നു. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഇന്ത്യയിൽ മാത്രമല്ല, പ്രാചീന ഈജിപ്റ്റ് മുതൽ പ്രാചീന സിന്ധു നദിയുടെ സംസ്കാരം മുതൽ അതിനുശേഷമുള്ള ഇന്ത്യൻ സംസ്കാരങ്ങളിൽ മൃതദേഹത്തിനോടൊപ്പം മൃതദേഹത്തിന് അല്ലെങ്കിൽ മരിച്ചുപോയ വ്യക്തിക്ക് പ്രിയപ്പെട്ട ആൾക്കാർ, ഉദാഹരണം ആഭരണങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മൽ അല്ലെങ്കിൽ മാല, ഇതൊന്നും ഒരു പ്രത്യേക മെറ്റീരിയലിസം അല്ലെങ്കിൽ ഭൗതികതയ്ക്ക് വേണ്ടി തിരിച്ചെടുക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നതിന് പകരം അവരോടൊപ്പം അതും കൂടി എരിഞ്ഞടങ്ങുന്നു, പ്രകൃതിയിലേക്ക് മടങ്ങുന്നു എന്നൊരു സങ്കല്പമുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇത്തരം സങ്കല്പങ്ങൾ കാണാം. അതുകൊണ്ടാണ് മമ്മികളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അവരോടൊപ്പം ഗോൾഡ്, തേന് തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമുണ്ടായിരുന്ന മൃഗം, ജീവി, ഇതൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഇത്ര ഒരു വിശ്വാസവും ആചാരവും പണ്ട് മുതലേ ഉണ്ട്. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, ഒരു ഭക്തൻ എന്ന നിലയ്ക്ക് എനിക്ക് വിശ്വാസികളോട് അഭ്യർത്ഥിക്കാനുള്ളത്, അത്തരം കാര്യങ്ങൾ മരിച്ച ആൾക്കാർ കൊണ്ടുപോകുന്നില്ല. നമുക്കറിയാം, അവരുടെ ഇപ്പോൾ ഒരു സ്വർണ്ണമാലയാണെങ്കിൽ അവർക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും നമ്മൾ സൂക്ഷിച്ചു വെക്കുക, ഒന്നെങ്കിൽ ലോക്കറിൽ വെക്കുക, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് കൈമാറുക. അത്തരം നല്ല വസ്തുക്കൾ, പ്രത്യേകിച്ച് വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒരു കാരണവശാലും അത്തരം മൃതദേഹത്തോട് വെക്കണം എന്ന ആചാരപരമായി എവിടെയും ഒരു നിഷ്കർഷയില്ല. ആൾക്കാർ കൂടുതൽ അവരുടെ ഇമോഷണൽ വൈകാരികതയിൽ ഇത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന്, അത്തരം വിശ്വാസങ്ങളിൽ നമ്മൾ പിന്തിരിയണം. അത്തരം കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കൊള്ളക്കാർക്കും മൃതദേഹത്തെ പോലും വിറ്റ് കാശാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രോത്സാഹനമാകുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറെ കൂടെ പോസിറ്റീവായി കണ്ട്, മാലയാകാം, വളയാകാം, കയ്യിലിടുന്ന മോതിരമാകാം, ഏതെങ്കിലും രീതിയിലുള്ള അരഞ്ഞാണങ്ങളാകാം, അവരുടെ ശരീരത്തിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ, അത് വിലയോടുള്ളതോ സ്വർണത്തോടുള്ള ഇഷ്ടം കൊണ്ടല്ല, പകരം അത്തരം കാര്യങ്ങൾ കത്തിച്ചു കളയാനോ കളഞ്ഞു കളയാനോ ഏതെങ്കിലും ആൾക്കാർക്ക് മോഷ്ടിക്കാനോ വേണ്ടിയുള്ളതാകരുത്. അത് നമുക്ക് വേണ്ടി സൂക്ഷിക്കുന്നതോ നമ്മുടെ മക്കൾക്ക് വേണ്ടിയോ അവരുടെ സ്മരണാർത്ഥം സൂക്ഷിക്കുന്ന കാര്യങ്ങളാകണം. ഉദാഹരണം, വീട്ടിലൊരു വലിയ അവരുടെ ചിത്രം ഉണ്ടെങ്കിൽ അതിൽ ഈ സ്വർണ്ണമാല ഇടുന്നതിൽ യാതൊരു തെറ്റുമില്ല. അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ വളരെ പവിത്രമായി സൂക്ഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് വളരെ നല്ലതുമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മൃതദേഹത്തോടൊപ്പം കത്തിക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ നിന്ന് മാറണം. അത് പല പോക്കറ്റ്സിലും വളരെ ശക്തമായിട്ടുണ്ട്. ഇപ്പോഴല്ല, വർഷങ്ങളായിട്ടോ പതിറ്റാണ്ടുകളായിട്ടോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടോ ഉണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മാറുകയാണ്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്റെ മുത്തശ്ശി കഴിഞ്ഞ വർഷം മരിക്കുകയുണ്ടായി. എനിക്കൊരിക്കലും മുത്തശ്ശിയുടെ മാല മുത്തശ്ശിയോട് വെച്ച് ആരെങ്കിലും അത് കട്ടുകൊണ്ട് പോകുന്നത് യഥാർത്ഥത്തിൽ എന്റെ വേദന കൂട്ടുകയുള്ളൂ. അവരുടെ ചിതാഭസ്മോടക്കം അത് കൂട്ടുകയാണെങ്കിൽ എന്റെ മനസ്സിന് എന്നും അത് മാറാ മുറിവായി കിടക്കും. അതുകൊണ്ട് അത്തരം രാഹുൽ ഈശ്വർ, ഒരു കാര്യം കൂടി, ഈ മരണാനന്തര ചടങ്ങ് പിന്നീട് ആ ചിതാഭസ്മം ശേഖരിക്കുക, അതൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പവിത്രമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയും വേണം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അതിപ്പോൾ ഐവർ മഠം പോലെയുള്ള ഒരു പൊതുശ്മശാനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു മോഷണം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു നടുക്കമാണ്. ഈ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു മോഷണത്തിനുള്ള അവസരം ഉണ്ടായ ഒരു സാഹചര്യമുണ്ടല്ലോ, ആ സാഹചര്യത്തിൽ അല്പം കൂടി ജാഗ്രത നമ്മൾ ജീവനക്കാരും അധികൃതരും ഒക്കെ വെച്ച് പുലർത്തേണ്ട ഒരു സ്ഥിതി കൂടിയില്ലേ ശ്രീ രാഹുൽ? ഇതൊക്കെ ആരെയും കുറ്റം പറയാനല്ല, പക്ഷേ ഇത് നമുക്കൊരു ഉണർത്തലാകണം, ഒരു വേക്കപ്പ് കോൾ ആകണം, നമ്മളെ ഇതൊരു ഓർമ്മപ്പെടുത്തലാകണം. അതായത് മൃതദേഹങ്ങളിൽ നിന്നും ചിതാഭസ്മത്തിൽ നിന്ന് പോലും അത്യാർത്തിയും ആർത്തിയും പൂണ്ട മനുഷ്യർ അവരുടെ മനസാക്ഷിയില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പിന്തിരിയാൻ കഴിയും. ആരും ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബോധപൂർവം ചെയ്യുന്നതോ ഒരു അന്ധവിശ്വാസത്തിന്റെയോ വിശ്വാസത്തിന്റെയോ ഭാഗമായിട്ട് ചെയ്യുന്നൊന്നും അല്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു. നിങ്ങൾ മീഡിയ അടക്കം വളരെ പ്രമുഖമായി കൈകാര്യം ചെയ്തു. അത് നമ്മുടെ വിശ്വാസ പരിണാമത്തിന്, ഒരു വിശ്വാസം നമുക്ക് മാറ്റണ്ട, ഒരു വിശ്വാസത്തെയും തെളിക്കളയണ്ട. എന്നാൽ വിശ്വാസങ്ങൾക്ക് പരിണാമം സംഭവിക്കും. ഇപ്പം പണ്ട് ശബരിമലയെ നമ്മൾ കറുത്ത മുണ്ട് കളയുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. ഒരുപാട് കാലത്തെ ക്യാമ്പയിൻ കൊണ്ടാണ് ആ മുണ്ട് കളയുന്നൊരു ചടങ്ങ് ശബരിമലയിൽ ശരിക്കും ഇല്ല. അത് കൂടുതൽ പമ്പയ്ക്കും കാനനത്തിനും ദോഷം ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമ്മുടെ പോലീസ് അയ്യപ്പന്മാരും എല്ലാം ശ്രമിച്ചിട്ടാണ്. അതിലൊരു പരിണാമം വന്നു, അത് ചേഞ്ച് ചെയ്തു. അത് ആർക്കെങ്കിലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം, സംഭാവന ചെയ്യാം. അതേപോലെ തീർച്ചയായിട്ടും സ്വർണവും ഇത്തരം വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒരു കാരണവശാലും കളയരുത്. അത് മൃതദേഹത്തോടുള്ള ആദരവോ സ്നേഹമോ അല്ല, നേരെ മറിച്ച് അവരുടെ കാര്യം നമ്മുടെ കയ്യിൽ വെക്കണം. എല്ലാവർക്കും ഈ വിഷയത്തിൽ ഒരു ജാഗ്രത വേണം. ആരെയും കുറ്റം പറയാനല്ല, പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിന് നമ്മൾ ശരിയല്ലാത്തൊരു പ്രാക്ടീസ് നടന്നിരുന്നു എന്ന് മാത്രം. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശ്രീ രാഹുൽ ഈശ്വർ. സൂരജ് സജി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. സൂരജ്, ഇപ്പോൾ 2 പേരാണ് ഇതിൽ പിടിയിലായിരിക്കുന്നത്. ഒരാൾ പുഴ നീന്തി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു, 5 പേരുണ്ട് എന്നൊക്കെ അവിടെയുള്ള ചില നാട്ടുകാരും പറയുന്നത് കേട്ടു.
ഇതൊരു സംഘമായാണോ ഇവർ പ്രവർത്തിക്കുന്നത്? ഇതിന് മുമ്പും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉയർന്നിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് സൂരജ്? അത്തരത്തിൽ തന്നെയാണ് ഇതിന് പിന്നിൽ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ അതായത് ജീവനക്കാർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം അതായത് പിടിയിലായ സംഘം ഇവിടെ വാരി വച്ചിരുന്ന ചിതാഭസ്മമാണ്. ആ ചിതാഭസ്മം ഈ ചാക്കിൽ, അതായത് ആ രണ്ടുപേരെ പിടികൂടുന്ന സമയത്ത് ഈ ചാക്കിലായിരുന്നു ഇവിടെ നിന്ന് ഈ ചിതാഭസ്മം വാരി ഈ ചാക്കിനകത്തേക്ക് നിറയ്ക്കുകയായിരുന്നു. അന്നേരമാണ് ഇവിടുത്തെ ജീവനക്കാരുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. ഈ ചാക്കിനകത്ത് നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയാണ് ഈ 3 ജീവനക്കാർ പല ഭാഗങ്ങളിലൂടെ എത്തുന്നു, അവരെ പിടികൂടുന്നു. ആ സമയത്ത് ഇവിടെ ഉപേക്ഷിച്ച ചാക്കാണ്. ഇതുപോലെ തന്നെ ഈ പുഴയുടെ തീരത്ത്, അതായത് ഇത് ഭാരതപ്പുഴയാണ്, ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ ചാക്കുമായി പോയിട്ട് പിന്നീട് അവിടെ ഈ ചാരം അരിച്ചാണ് സ്വർണ്ണമാക്കി മാറ്റുന്നത്. ഭാരതപ്പുഴയുടെ തീരത്ത് ഇത് അരിക്കാൻ കൊണ്ടുവന്ന ചട്ടി അടക്കം ഈ പോലീസ് പിടിച്ചെടുക്കുന്ന നടപടിയിലേക്ക് പോയി. അവിടെയും ഒരു ചാക്ക് നിറയെ ഈ ചാരമുണ്ടായിരുന്നു. ഇവരോടൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇവർ പറയുന്നത്, അതായത് ആദ്യം നൽകിയ മൊഴിപ്രകാരം 10-ലധികം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവർ ആദ്യം പറയുന്നത്. പിന്നീട് പലപ്പോഴായി മൊഴി മാറ്റി, 3 പേർ മാത്രമേ ഉള്ളൂ എന്ന് മൊഴി മാറ്റി. അപ്പോൾ ഇവർ പറയുന്നത്, അതായത് പോലീസും ഈ മൊഴി പ്രകാരം പറയുന്ന ഇപ്രകാരമാണ്, കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരു സംഘം തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ചിതയാണ്. ഈ ചിതയുടെ ഈ പകുതി വരെ, അതായത് ഇത് ചടങ്ങുകൾ പൂർത്തിയാക്കിയ ചിതയാണ്. പക്ഷെ ഇവർ വാരിയെടുക്കുന്നത് ഈ തലഭാഗത്തും അതുപോലെ തന്നെ ഈ കഴുത്തു വരെ വരുന്ന ഈ ഭാഗത്തും മാത്രമുള്ള ചാരം വാരിയെടുക്കും. പിന്നീട് ഇത് ഈ പുഴയിൽ കൊണ്ടുപോയി ചട്ടിയിലിട്ട് അരിച്ചെടുത്ത് പ്രത്യേക മിശ്രിതം ചേർത്താണ് ആ സ്വർണം വേർതിരിച്ചെടുക്കുന്നത്. അത് എല്ലാവരും ഈ മൃതദേഹത്തോടൊപ്പം ഈ സ്വർണം ഈ ചിതയിലേക്ക് വെക്കില്ല. പക്ഷെ ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം, അല്ലെങ്കിൽ ചിലർ മാത്രം ഈ സ്വർണം ഈ ചിതയോടൊപ്പം തന്നെ വെക്കുന്നു. അങ്ങനെയുള്ള ചിത തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ ആ ചിതാഭസ്മം മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് അതാണ് ഈ മോഷ്ടിച്ചുകൊണ്ട് മോഷ്ടാക്കൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പ്രദേശവാസികളുടെ ഉൾപ്പെടെയുള്ളവരുടെ അല്ലെങ്കിൽ പ്രാദേശിക സഹായം ലഭിച്ചു. ജീവനക്കാരിൽ ഒരു വിഭാഗത്തെ, അതായത് ഇവിടെ ജോലി ചെയ്യുന്നവരെ പോലും സംശയനിഴലിൽ നിർത്തുന്നതിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെ ഈ മൃതദേഹങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ ഈ ചിതാഭസ്മം, സ്വർണ്ണമടങ്ങിയ ചിതാഭസ്മം എങ്ങനെ ഇവർ തിരിച്ചറിയുന്നു എന്നുള്ള ചോദ്യമാണ് പോലീസ് ഉൾപ്പെടെ ഉയർത്തുന്നത്. അത് തന്നെയാണ് ഒരു വിഭാഗം ആളുകളിലേക്ക്, അല്ലെങ്കിൽ ഈ പ്രാദേശിക സഹായം ലഭിച്ചു എന്നതിലേക്ക് അടക്കം പോകുന്നത്. എന്തായാലും ഇവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് ഇവരെ പിടികൂടാൻ നേതൃത്വം കൊടുത്ത ജീവനക്കാരിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് പിന്നിൽ കൃത്യമായ ലോബിയുണ്ട്, ആ ലോബിയുടെ ഇടപെടലാണ്. അതുകൊണ്ടാണ് തുടർച്ചയായി ഇത്രയും കാലം, അതായത് ഇവിടെ ഒരു ദിവസം 40 മൃതദേഹങ്ങൾ വരെ ഈ സംസ്കരിക്കാറുണ്ട്. അങ്ങനെ 40 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിൽ ചിലതിൽ മാത്രമാണ് സ്വർണ്ണമുള്ളത്. പക്ഷെ അത് മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് എങ്ങനെ ഈ സ്വർണം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ സ്വർണം വേർതിരിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഈ ഘട്ടത്തിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ടി.കെ. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു. സൂരജ് തുടരണം. ഇപ്പോൾ ഉദയൻ, തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉദയൻ, ഇതിങ്ങനെ ഐവർമഠം പോലെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു നടുക്കം എങ്ങനെയാണ് ഈ മൃതദേഹങ്ങൾ മാത്രം, അതായത് സ്വർണം നിക്ഷേപിച്ച മൃതദേഹങ്ങൾ മാത്രം എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ള ചോദ്യം, ശ്മശാന ജീവനക്കാരടക്കം ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലം, എന്തെങ്കിലും തരത്തിലുള്ള പ്രാദേശിക സഹായമൊക്കെ അവർക്ക് ഇതിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം, ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. താങ്കൾ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്? നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണ് ശ്രീ ഉദയൻ? ആദ്യമേ തന്നെ ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റല്ല, ഞാൻ വൈസ് പ്രസിഡൻ്റാണ്. എൻ്റെ പേര് ഉദയൻ എന്നാണ്. ശരി ശരി. ഈ വിഷയം ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിനു മുമ്പും സമാന സ്വഭാവത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശികമായ സഹായം ലഭിക്കാതെ ഒരിക്കലും അന്യ സംസ്ഥാനത്തുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. കൃത്യമായി ഇന്ന മൃതദേഹത്തിനരികിൽ സ്വർണമുണ്ട് എന്ന് കണ്ടെത്താൻ ഒരിക്കലും ഒരു പ്രാദേശിക സഹായമില്ലാതെ സാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഊർജിതമായ അന്വേഷണം വളരെ അത്യന്താപേക്ഷിതവുമാണ്. അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ പരാതികൾ ഉണ്ടായിരുന്നു എന്ന് താങ്കൾ ചൂണ്ടിക്കാണിച്ചു. അതിന്റെ വിശദാംശങ്ങൾ കൂടി ഒന്ന് പറയാമോ ശ്രീ ഉദയൻ? ഇവിടെ നിലവിൽ ഇത്തരത്തിലുള്ള പരാതികൾ പോലീസിന് തന്നെ ലഭിക്കുകയും പോലീസ് പെട്രോളിംഗ് നടത്തുകയും പട്ടാബുക്ക് അടക്കമുള്ള ബുക്ക് രേഖപ്പെടുത്താൻ വേണ്ടി അവർ രാത്രിയിൽ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. 6 മാസം മുമ്പ് ഇത്തരത്തിലുള്ള സമാന പരാതികൾ വന്നപ്പോൾ പോലീസിൽ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത്തരം പട്രോളിംഗ് അടക്കമുള്ള നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ഇത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത്രയും ആസൂത്രിതമായിട്ടാണ് ഇത് നടക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് മറ്റൊരു വിഷയം കൂടിയാണ്. ഇത് മൃതദേഹത്തോടൊപ്പം പല ദേശത്തു നിന്ന്, പല ജില്ലകളിൽ നിന്നായി ഇവിടേക്ക് 50ഓളം മൃതദേഹങ്ങളാണ് ഐവർമഠം ശ്മശാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ സ്വർണം വരുന്നതിൻ്റെ കൂടെ തന്നെ
മാലിന്യവും കൂടി വരുന്നു എന്നത് ഒരു വലിയ വിഷയമാണ്. എന്ത് ആചാരത്തിൻ്റെ പേരിലായാലും വിശ്വാസത്തിൻ്റെ പേരിലായാലും മൃതദേഹത്തോടൊപ്പം വരുന്ന അവരുപയോഗിച്ചിരുന്ന തുണി, അവരുപയോഗിച്ചിരുന്ന മറ്റ് സാമഗ്രികൾ ഇതൊക്കെ ഐവർമഠത്തിലേക്ക് എത്തി ഇതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം സ്വാഭാവികമായുണ്ട്. അതിന് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരുടെ കൂടെ പിന്തുണയുണ്ടെങ്കിലേ ഇത്തരത്തിലുള്ള വലിയൊരു മാലിന്യ പ്രശ്നത്തിൽ നിന്ന് തിരുവില്ലാമലയെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇങ്ങനെ മരിച്ച ആളുകളുടെ മുഴുവൻ സാമഗ്രികളും തിരുവില്ലാമലയ്ക്ക് എത്തിക്കുകയും അത് ഇവിടെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്ന ഒരു എന്ത് ആചാരത്തിൻ്റെ പേരിലായാലും അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഇവിടെ നിലനിൽക്കുന്നു എന്നത് ഒരു ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യമാണ്. ദയവ് ചെയ്ത് മറ്റു ദേശങ്ങളിൽ നിന്ന് മറ്റു ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇത് ഒരു ആചാരമല്ല, അവരുപയോഗിച്ച വസ്തുക്കൾ കൂടി ഐവർമഠം ഏറ്റെടുക്കണം അല്ലെങ്കിൽ ഇവിടെ വന്ന് സംസ്കരിക്കണം എന്ന് പറയുന്ന തെറ്റായ പ്രവണത അവസാനിപ്പിക്കാൻ എല്ലാ ഭാഗത്തു നിന്നും ഒരു പിന്തുണ ഉണ്ടാവണം എന്നുകൂടി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുണ്ട്. സ്വർണം അരിച്ചെടുക്കുന്ന ഒരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഇതിൻ്റെ കൂടെ വരുന്ന മാലിന്യങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്ന സ്ഥിതിയുണ്ട്. അവരുപയോഗിക്കുന്ന തലവണ, അവരുപയോഗിക്കുന്ന മറ്റു വസ്ത്രങ്ങൾ, എന്തെങ്കിലും അസുഖം ബാധിച്ച് മരിച്ചവരാണെങ്കിൽ അവർ അതുവരെ ഉപയോഗിച്ചിരുന്ന സിറിഞ്ച് അടക്കമുള്ള കാര്യങ്ങൾ പോലും ഇവിടെ ഉപേക്ഷിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ബോഡിക്കൊപ്പം അല്ലെങ്കിൽ മൃതദേഹത്തിനോടൊപ്പം ഇതെല്ലാം കൊണ്ടുവരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിന് എല്ലാ ഭാഗത്തു നിന്നും, പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഇതിനെ ഒരു ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഒരു സഹായം ആവശ്യമുണ്ട് എന്നുകൂടി എനിക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട്. ശ്രീ ഉദയൻ, ഈ പ്രത്യേകമായി ഈ മൃതദേഹങ്ങൾ മാത്രം ഈ മോഷ്ടാക്കൾ എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണല്ലോ അതിനകത്തെ ഒരു വലിയ സംശയം. കാരണം അവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ 40ഓ 50ഓ മൃതദേഹങ്ങൾ ഒരു ദിവസം സംസ്കരിക്കുന്ന ഇടമാണ്. അവിടെ നിന്ന് ഈ സ്വർണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് കരുതുന്ന മൃതദേഹങ്ങൾ മാത്രം അവിടെ നിന്ന് അതിൻ്റെ ചിതാഭസ്മം മാത്രം ശേഖരിക്കുക എന്നുള്ള നിലയിലേക്ക് പോകണമെങ്കിൽ അതിനുറപ്പായും മറ്റൊരാളുടെ, അതുമായി ബന്ധപ്പെട്ട് അറിയുന്ന ഒരാളുടെ സഹായം ഉണ്ടാവില്ലേ ശ്രീ ഉദയൻ? തീർച്ചയായും അതിനുള്ള സാധ്യതയാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. പ്രാദേശിക സഹായമില്ലാതെ അന്യസംസ്ഥാനക്കാരായ ആളുകൾക്ക് അതൊരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. അതിന് തക്കതായ നടപടികൾ വേണം, അല്ലെങ്കിൽ അന്വേഷണം വേണം. ഏത് രീതിയിലാണ് അത് കണ്ടുപിടിക്കുന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷണം നടക്കേണ്ടത് തന്നെയാണ്. അല്ലാതെ അന്യസംസ്ഥാനക്കാരായ ഒരാൾക്കും ഇത് ഇന്ന ബോഡിയിൽ അല്ലെങ്കിൽ ഇന്ന മൃതദേഹത്തിൽ ഇന്ന ഭാഗത്ത് സ്വർണം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ ഒരിക്കലും സാധിക്കില്ല. ശരി, തിരുവല്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഉദയനാണ് നമ്മളോടൊപ്പം ചേർന്നത്. എന്തായാലും ഈ പൊതുശ്മശാനത്തിലെ ചിതാഭസ്മ മോഷണം, അതുമായി ബന്ധപ്പെട്ട് അതിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പക്ഷേ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത വരുത്തുകയും ചെയ്യും. ഹരി പത്തനാപുരം കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹരി പത്തനാപുരം, വളരെ പവിത്രമായി പൂർത്തീകരിക്കുന്ന, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പവിത്രമായി പൂർത്തീകരിക്കുന്ന ചടങ്ങുകൾ, അതിനിടയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു എന്നുള്ളത്. മറ്റൊന്ന്, മൃതദേഹത്തിൽ പോലും മോഷണത്തിൻ്റെ സാധ്യത തേടുന്നവരുടെ മാനസികാവസ്ഥ. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് ശ്രീ ഹരിപത്രാപുരം? ഒന്ന്, നമ്മൾ പലപ്പോഴും ഈ മരണപ്പെട്ടു പോയവരെ വളരെ അവരുടെ ചിതാഭസ്മൊക്കെ പവിത്രതയോടുകൂടി കാണുന്ന ആളുകൾ ധാരാളമുണ്ട്, പ്രത്യേകിച്ച് വിശ്വാസികളായിട്ടുള്ള ആളുകൾ. അവർക്ക് വല്ലാതൊരു വ്രണപ്പെടുത്തുന്ന രീതിയിലാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്ത എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ യാത്രയിലായിരുന്നത് കൊണ്ട്. അങ്ങനെ താങ്കൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇത്തരം ഈ മൃഗീയമായ സ്വഭാവമുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യം. കാരണം ഈ മരിച്ചുപോയവരെ എത്രമാത്രമാണ് മക്കൾ അവര് വളരെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് എന്നുള്ളത് വളരെ അടുത്തറിയാവുന്ന ആളാണ്. കാരണം എന്നെ പോലുള്ള ആളുകളുടെ സമീപത്താണ് വന്നിട്ട് ഈ മരണപ്പെട്ടു പോയതിനു ശേഷമുള്ള വിഷമകരമായ അവസ്ഥകളൊക്കെ പറയുന്നത്. എന്റെ വീടിനടുത്ത് തന്നെ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു മധു എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ, അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചുപോയ സമയത്ത് അവിടെ നട്ടുവെച്ച ഒരു തെങ്ങ് അത് വലുതായി അതില് കായ്ഫലമൊക്കെ ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിന് ആ വീട്. ശരി, ശ്രീ ഹരി പത്തനാപുരം, താങ്കളുടെ ടെലിഫോൺ ലൈനിൽ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. അതുകൊണ്ടാണ് താങ്കൾക്ക് പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വലിയ വിവാദമൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്വർണ്ണാംശമുള്ള ചാലിയാർ പുഴയിൽ ചുട്ടുപൊള്ളുന്ന വെയിലത്തും ഒരു തരി പൊന്നിനായി വിയർപ്പൊഴുക്കുകയാണ് നിരവധി പേർ. ചാലിയാർ പുഴയുടെ മലപ്പുറം നിലമ്പൂർ തീരത്ത് സ്വർണം അരിച്ചാണ് ഇവർ ജീവിത ചെലവിനുള്ള പണം കണ്ടെത്തുന്നത്. നിരവധി പേരാണ് ഇത് ജീവിത തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നത്. ചാലിയാർ പുഴയുടെ മുണ്ടേരി മുതൽ നിലമ്പൂർ വരെയുള്ള 20 കിലോമീറ്റർ ഭാഗത്താണ് സ്വർണ്ണമരിച്ചെടുക്കൽ. പുഴയുടെ അടിത്തട്ടിൽ നിന്ന് മുങ്ങിയെടുക്കുന്ന മണലിലാണ് സ്വർണ്ണാംശമുള്ളത്.
രാവിലെ മുതൽ തുടങ്ങുന്ന ഈ തെരച്ചിൽ വൈകുന്നേരം വരെ നീളും. ഷെഡ് കെട്ടി പകല് കൊച്ചുങ്ങളെയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് പോരും. എന്നിട്ട് വൈകിട്ടുള്ള ചോറൊക്കെ വെച്ച് ആ ചോറുമായിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും. എല്ലാ കാര്യങ്ങളും കുളിക്ക് വേണം, ബാത്റൂമിൽ പോകണം. ഇത് അതിനൊന്നും അവിടെ വെള്ളമല്ല. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് കൂടുതലും ഈ ജോലിയിൽ ഏർപ്പെടുന്നത്. ചില ദിവസങ്ങളിൽ 200 മില്ലി വരെ സ്വർണ്ണാംശം കിട്ടുമെന്ന് ഇവർ പറയുന്നു. 200 രൂപ പോലും കിട്ടാത്ത ദിവസവും ഉണ്ട്. ഈ സ്വർണം കിട്ടുകയാണെങ്കിൽ അടിയത്തെ നല്ല ചെറിയ തരിയുള്ള മണ്ണ് കിട്ടണം. അത് കിട്ടാൻ എത്ര പാടാണ്. കളിച്ച് മാന്തി അത് ആ മണ്ണ് അടിയത്തെ മണ്ണ് എടുത്ത് അരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വർണ്ണം തോനുള്ള സ്ഥലത്താണെങ്കിൽ ഞങ്ങൾ അന്നത്തെ പണിക്കൂലി വെക്കും. അല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച പിടിക്കും. ഐവർ മഠത്തിലെ ചിതാഭസ്മം സ്വർണത്തിനായി മോഷ്ടിക്കുമ്പോഴാണ് നേരിന്റെ മാർഗം വിടാതെ ചുട്ടുപൊള്ളുന്ന വെയിലിലും വിയർപ്പൊഴുക്കി ഒരു തരി പൊന്നിനായി മണലരിക്കുന്നത്. സ്വർണത്തിനു വേണ്ടി തട്ടിപ്പും മോഷണവും പിടിച്ചുപറിയും നടക്കുന്ന ഇക്കാലത്താണ് കാടിന്റെ മക്കളുടെ ഈ മാതൃകാ കഠിനാധ്വാനം. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. എന്തായാലും ഐവർമഠം പൊതുശ്മശാനത്തിലെ ചിതാഭസ്മ മോഷണത്തിൽ അന്വേഷണം നടക്കട്ടെ. അതിന് പിന്നിലുള്ളവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ പോലീസിന് കഴിയട്ടെ. ഈ പ്രത്യേക പരിപാടി പൂർത്തിയാവുകയാണ്.